ക്യാൻസർ സ്ക്രീനിങ്ങും നടത്തുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിരുവനന്തപുരം ജില്ലയിലെ മലയോര പ്രദേശമായ അമ്പൂരിയിൽ അങ്ങനെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. നമുക്ക് കണ്ടു നോക്കിയാലോ? വരൂ. ജോലിയും വേണമെന്നുണ്ടെങ്കിൽ എന്ന് ചെയ്യണം. വേണ്ടല്ല നമ്മൾ കല്യാണം വീട്ടിലോട്ട് പോവാം. എത്തണം. പുറമേ നാളെ ക്ഷണിച്ചിട്ടില്ല. കാലേ കൂട്ടി എത്തണം. ഓക്കെ. തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി പ്രദേശമായ അമ്പൂരിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ദൃശ്യങ്ങളാണിത്. കേരളം മാറിയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നവർക്കുള്ള ഉത്തരം. ഒരു നല്ല മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്, വളരെയേറെ നല്ല മാറ്റങ്ങൾ എല്ലാ കാര്യത്തിലും. കാരണം സ്ത്രീകൾ ആരും തന്നെ നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കാത്ത ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സർക്കാരിൻ്റെ ബൃഹത്തായ പദ്ധതികൾ മൂലം കണ്ടില്ലേ വന്നിരിക്കുന്ന പാർട്ടിസിപ്പേഷൻ, അതിൽ നിന്ന് മനസ്സിലായില്ല. അപ്പോൾ അത് വളരെയേറെ പ്രയോജനപ്രദമാണ്, അതെടുത്ത് പറയണം. കാരണം വളരെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്ന എല്ലാവരുടെ സർക്കാരിൻ്റെ ഭാഗത്തും നമ്മുടെ ഭാഗത്തും എല്ലാവരുടെ ഭാഗത്തും ആൾക്കാരുടെ ഭാഗത്തും നല്ല ഒരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അമ്പൂരിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ മാറ്റം ഒറ്റപ്പെട്ടതല്ല. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഈ കാഴ്ചകൾ കാണും. കണ്ണടച്ചിരുട്ടാക്കുന്നവരോട്, ആരോഗ്യരംഗത്തെ ഈ മാറ്റം കാണാതെ പോകുന്നവരോട് ഈ അമ്മമാർ പറയും, കണ്ണ് തുറന്ന് കാണൂ, കാത് തുറന്ന് കേൾക്കൂ എന്ന്. പിന്നെ ഇപ്പോൾ നല്ലത് തന്നെ. ഇത് വന്ന് വരുന്നുണ്ട്. ഞങ്ങൾ വരുന്നതുപോലെ മരുന്ന് വാങ്ങാനും വരുന്നുണ്ട്. കുഴപ്പമില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇതാ വന്നത്. കുഴപ്പമില്ല. വർഷങ്ങളുണ്ട് ഇതുണ്ട്. കുഴപ്പമില്ലാതെ പോണ്. എല്ലാവരും വരും ഇത് വിളിച്ച് പറയുമ്പോൾ. എന്നാലും എല്ലാ വ്യാഴാഴ്ചയും ബ്ലഡൊക്കെ പരിശോധിക്കും. ഷുഗർ നോക്കും, BP നോക്കും, വെയിറ്റൊക്കെ നോക്കും. നഴ്സുമാരൊക്കെ കൂടെ ഉണ്ട്. ഇതേപോലെ ഇടയ്ക്ക് ഡോക്ടറൊക്കെ വരെ. ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ യൂട്രസിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്കറിയാം. പൊതുവേ 35 വയസ്സ് 40 വയസ്സൊക്കെ ഉള്ള പിള്ളേരൊന്നും പോയി നോക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആരംഭത്തിലെ നമ്മൾ ഈ അസുഖം അറിയുന്നതും നമുക്ക് ആരംഭത്തിലെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ആദ്യത്തെ വ്യാഴാഴ്ച അവിടെ കാന്താരി വിളയിൽ വരും. ബ്ലഡ് നോക്കാനും BP നോക്കാനും വരും. അത് ഉപകാരപ്രദമാണോ ശരിക്കും? ആണ്, അതൊരു ഉപകാരമാണ്. അതെ. എങ്ങനെയാ അത് വീട്ടിൽ വന്നിട്ടാണോ? അവിടെ ഒരു വീട്ടിൽ വന്നിരുന്നിട്ട് ഞങ്ങളെല്ലാവരെയും വിളിക്കുമ്പോൾ അവിടെ പോയിരുന്നു നോക്കും. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന വെൽനസ് സെൻ്ററുകളിൽ ലഭിക്കുന്ന സൗകര്യങ്ങളാണ് നാട്ടിൻ പുറത്തെ ജനങ്ങളിലേക്ക് എത്തിയത്. സർക്കാർ ആശുപത്രികൾ എന്നാൽ ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളാണെന്ന പഴയ രീതികളും മാറി. ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രി കെട്ടിടങ്ങൾ ഗ്രാമങ്ങളിലും സാധാരണമാണ്. നമുക്കാദ്യം ഒരു ചെറിയ കെട്ടിടമായിരുന്നു. നമ്മുടെ സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്രയും വലിയ ഒരു ബിൽഡിംഗ് ഉണ്ടായത്. ഇതിൻ്റെ മുകളിലൊരു കോൺഫറൻസ് ഹാളുണ്ട്. അവിടെ വെച്ചാണ് പഞ്ചായത്തിൻ്റെയും പൊതുപരിപാടികളെല്ലാം നടത്തുന്നത്. ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ചൊവ്വയും എല്ലാ വ്യാഴവും ഫിക്സഡ് ഡേ ക്ലിനിക്കുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം നമ്മൾ ആൻറ്റിനേറ്റൽസ് ആൻറ്റിനേറ്റൽ ആൻഡ് വെല്ലുമൺ ക്ലിനിക്കാണ് നടത്തുന്നത്. അതിൽ കൂടെ ചിൽഡ്രൻസും ഉണ്ട്. കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ്, പിന്നെ ഗർഭിണികൾക്കുള്ള ഫോളിക് ആസിഡ്, അയൺ ഗുളിക, കാൽസ്യം, വെയിറ്റ്, ഹൈറ്റ്, HB, അവരുടെ ഫീറ്റൽ മൂവ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം അവർക്ക് നോക്കി കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഫിക്സഡ് ഡേ സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിൽ എല്ലാ വ്യാഴവും എല്ലാ ചൊവ്വയും നമ്മളവിടെ ക്ലിനിക്കുകൾ കണ്ടൻറ്റ് ചെയ്യാറുണ്ട്. എല്ലാ ക്ലിനിക്കുകളിലും മാക്സിമം 50-ന് മുകളിൽ നമുക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. വളരെ നല്ല രീതിയിൽ. അതുപോലെ തന്നെ ക്യാൻസർ സ്ക്രീനിങ് വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നു. പിന്നെ ഓറൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഗള ക്യാൻസർ, ഇത് 3മാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും ജെറിയാട്രിക് ക്ലിനിക്കുണ്ട്. ബുധനാഴ്ച നമുക്ക് ചിൽഡ്രൻസിൻ്റെ ക്ലിനിക്ക് നടത്താറുണ്ട്. വ്യാഴാഴ്ച ജീവിതശൈലി NCD. പിന്നെ എല്ലാ ആഴ്ചയും ഒരു ദിവസം നമ്മൾ വൈബ് നടത്താറുണ്ട്. അതിൻ്റെ ആൾക്കാരാണ് ഈ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ദിവസമുണ്ട്.
ഇടതുപക്ഷ സർക്കാർ മാസാണ്. വലിയ വലിയ നഗരങ്ങളിലുള്ള സൗകര്യങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മാറ്റം സൃഷ്ടിക്കുന്നത്.